ഹായ് കൂട്ടുകാരെ, ഇവിടെ രാവിലെ കഴിക്കുന്ന ചപ്പാത്തിയും കിഴങ്ങ് കറിയും കട്ടൻ കാപ്പിയായിരുന്നു കേട്ടോ. രാവിലത്തെ കാപ്പൂടി കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ അരി കഴുകി അടപ്പത്തിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേനും ചേട്ടായി പുറത്ത് പോയിട്ട് വന്നപ്പോഴത്തേനും നല്ല സീഡിമീൻ വാങ്ങി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പെട്ടെന്ന് തന്നെ സീഡിമീൻ ഞാൻ വെട്ടി കഴുകി വെച്ചിട്ട് കുറച്ച് വറുക്കാനായി അരപ്പും പുരട്ടി വെച്ചിട്ട് പോയി ഒരു കുളി അങ്ങ് പാസ്സാക്കി. കുളിയും കഴിഞ്ഞ് വന്നിട്ടാണ് കേട്ടോ മീൻ കറിക്കുള്ള അരപ്പ് ഞാൻ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ തേങ്ങ പൊട്ടിച്ച് റെഡിയാക്കി എടുക്കുമ്പോൾ എനിക്കെപ്പോഴും തേങ്ങ പൊട്ടിക്കുമ്പോൾ ആ തേങ്ങാ വെള്ളം കുടിച്ചില്ലെങ്കിൽ എന്തോ ഒരവസ്ഥയാണ് കേട്ടോ. നിങ്ങളിൽ എത്ര പേരുണ്ട് ഇങ്ങനെ തേങ്ങ പൊട്ടിക്കുമ്പോൾ ആ വെള്ളം എടുത്ത് കുടിക്കുന്നത് പാചകം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ? അപ്പോൾ മീൻ കറിക്കുള്ള അരപ്പൊക്കെ ഞാൻ അവിടെ റെഡിയാക്കി വെച്ചിട്ട് വിചാരിച്ചു ഒരു തോരനും കൂടെ ആവാമെന്ന് കരുതി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നമ്മുടെ വേലിച്ചീര നിൽപ്പുണ്ടായിരുന്നേ. വേലിച്ചീര ഞാൻ ഒടിച്ചുകൊണ്ട് വന്നിട്ട് കുനുകുനാന്ന് അരിഞ്ഞ് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വേലിച്ചീര അരിഞ്ഞ് വെച്ചത് എന്താ ഇവിടെ റെഡി ആയിട്ടുണ്ടേ. വീണ്ടും പുറത്തോട്ട് പോയിട്ട് വന്ന് എൻ്റെ കെട്ടി വീണ്ടും കുറച്ച് വഴുതനങ്ങായും നാരങ്ങായും ഉരുളൻകിഴങ്ങും പച്ചമുളകും പിന്നെ തക്കാളിപ്പഴവും ബീട്രൂട്ടും കുറച്ച് കരിയാപ്പിലയൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതൊക്കെ കേട്ടോ. അതിൽ നിന്നൊരു തക്കാളിപ്പഴം എടുത്തതാണ് നമ്മുടെ കറി വെക്കാൻ വെച്ച മീനകത്തോട്ട് ഞാൻ അരിഞ്ഞ് ചേർക്കുന്നുണ്ട് കേട്ടോ. കൂട്ടത്തിൽ കുടംപുളിയും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പച്ചയ്ക്കാണല്ലോ നമ്മൾ കറി വെക്കുന്നത്, അപ്പോൾ കുറച്ച് നമ്മുടെ തക്കാളിപ്പഴവും കൂടെ അരിഞ്ഞ് ചേർക്കാമെന്ന് ഞാൻ കരുതി. അപ്പോൾ നമ്മുടെ മീനിൻ്റെ അരപ്പ് തിള വന്നിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് മീനൊക്കെ പറക്കിയിട്ട് കൊടുക്കാം. അപ്പോഴത്തേനും നമ്മുടെ തോരനും റെഡി ആയിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് തീയൽ വെക്കാനുള്ളതും ഞാൻ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ തീയലിനുള്ള അരപ്പൊക്കെ ചേർത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഇനി നമുക്ക് കുറച്ച് പുളിവെള്ളം കൂടെ ഞാൻ പിഴിഞ്ഞ് ചേർക്കുന്നുണ്ട്. അതിന് മുന്നായിട്ട് കുറച്ച് വെള്ളം ഞാൻ ഒഴിക്കുന്നുണ്ട്. കുറച്ച് പുളിയും കൂടെ പിഴിഞ്ഞ് ഒഴിച്ച് കഴിയുമ്പോഴത്തേനും നമ്മുടെ തീയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. തീയൽ റെഡി ആയപ്പോഴത്തേനും ഞാൻ വറക്കാൻ വേണ്ടിയുള്ള അത് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം അരപ്പ് ചേർത്ത് വെച്ച് നമ്മുടെ മീനും കൂടി ഇനി വറുത്തങ്ങ് എടുക്കാമല്ലോ. കുറച്ച് കരിയാപ്പിലയും കൂടെ ചേർത്തിട്ടാണ് ഞാൻ വറുത്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി മീൻ ഫ്രൈ റെഡി ആയി കഴിയുമ്പോഴത്തേനും നമ്മുടെ കറി സെറ്റ് ആയിക്കൊണ്ടിരിപ്പുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ തീയലും റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഫ്രൈയും തോരനും എല്ലാം റെഡിയാക്കി ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് പാത്രത്തിലേക്ക് മാറ്റി സെറ്റാക്കിയിട്ട് ഞാൻ ഹാളിലേക്ക് കൊണ്ട് വെക്കാൻ പോവുകയാണേ. എല്ലാം റെഡിയായി ഹാളിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി അച്ഛനും മക്കളും കൂടെ കഴിക്കാൻ വേണ്ടി മാത്രം വന്നാൽ മതി. അപ്പോൾ എനിക്ക് കഴിക്കാനുള്ളത് 2 തവി ചോറും കുറച്ച് നമ്മുടെ പിന്നെ മീൻ കറിയും പിന്നെ മീൻ ഫ്രൈയും കുറച്ച് തീയലും തോരനും എല്ലാം ഞാൻ റെഡിയാക്കി എനിക്ക് കഴിക്കാൻ വേണ്ടി വിളമ്പി വെക്കുന്നുണ്ട്. അച്ഛനും മക്കൾക്കും വിളമ്പി ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചേട്ടായി അവിടെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ ഉച്ചയൂണ് ഞങ്ങൾ റെഡിയാക്കി കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. 2 ചെറുതുകൾ അവിടെ കുരുത്തക്കേടും കാണിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.